ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഓൾറെഡി എത്ര പേർക്ക് കിട്ടിയെന്ന് അറിയില്ല. ലാസ്റ്റ് വന്ന ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് എനിക്ക് കുറച്ച് പുതിയ പ്ലേയേഴ്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലേയേഴ്സിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗൈസ്, പ്ലേയേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡേവിഡ് വിയ, ഇതെനിക്ക് ഓൾറെഡി ഒരു പ്ലേയേഴ്സിനെ നമുക്ക് ആ പാക്കിൽ നിന്ന് ഒരു പ്ലേയേഴ്സിന് എന്തായാലും നമുക്കത് എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ എനിക്ക് നോർമൽ സ്പിൻ ചെയ്തിട്ട് 2 പ്ലേയേഴ്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും അധികം ആയിരിക്കും അങ്ങനെ കിട്ടാത്ത പ്ലെയറാണ് സ്നൈഡർ. ഡേവിഡ് വിയൻ ഓൾറെഡി പിന്നെ അധികം എല്ലാവരും സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഓൾറെഡി എല്ലാവരും ചൂസ് ചെയ്തൊരു പ്ലെയറാണ് ഡേവിഡ് വിയ. കാരണം സ്പിൻ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗെയിംസൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രീ ട്രൈ ഉണ്ടാവും, അതിൻ്റെ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എനിക്ക് ഓൾറെഡി 2 സ്പിൻ ചെയ്തപ്പോൾ തന്നെ സ്റ്റാർട്ടിങ് ഡേ തന്നെ എനിക്ക് സ്പിൻ ചെയ്ത ആ സമയത്ത് തന്നെ ഡേവിഡ് വിയനും സ്നൈഡറിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് ഫ്രീ ട്രൈ വരുമ്പം ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ആ റൈറ്റ് ബാക്കിനെയാണ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം എനിക്കിനി ഈ ഒരു അക്കൗണ്ടിൽ എനിക്ക് ഡിഫെൻസീവ്ലി കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലേയേഴ്സിനെ എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് റൈറ്റ് ബാക്കിനെയായിരിക്കും ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സ്നൈഡറിൻ്റെ ആട്രിബ്യൂട്ട്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്ലേ ആയിരുന്നു. ഞാൻ കുറച്ച് ഗെയിംസൊക്കെ പ്ലേ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലോങ് റേഞ്ചറൊന്നും ഒരു രക്ഷയില്ല, നല്ല രീതിയിലുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. എനിക്കൊന്ന് കുറച്ചുകൂടി എഫക്റ്റ് AMFൽ ഇടുമ്പോഴായിരിക്കും കുറച്ചും കൂടി എഫക്റ്റ് എനിക്ക് തോന്നിയത് AMFൽ ഇടുമ്പോഴാണ്. ഡിഫെൻസീവ്ലി ഓക്കെ ആണ്. ഡിഫെൻസീവ്ലി എന്ന് പറയുന്നത് സെൻട്രൽ മിഡ്ഫീൽഡ് മാത്രമേ മാക്സിമം സെൻട്രൽ മിഡ്ഫീൽഡർ ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് ഒക്കെ AMFലൊക്കെ കളിപ്പിക്കാൻ പറ്റും. അധികം ഡിഫെൻസീവ്, അതായത് DMF പൊസിഷനിലേക്കൊന്നും പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി സ്നൈഡറിനെ പറ്റത്തില്ല. അപ്പോൾ ഗായ്സ്, ഓവറോൾ റേറ്റിംഗ് വരുന്നത് 102 ആണ്. ഓവറോൾ റേറ്റിംഗ് വരുന്നത്. ബോൾ കൺട്രോൾ 99 ആണ് ഗായ്സ്. ബോൾ കൺട്രോൾ വരുന്നത് 99. ട്രിപ്പിളിങ് 94 ആണ് ഗായ്സ്. ട്രിപ്പിളിങ് 94. ടൈറ്റ് പൊസിഷൻ 101. അതുപോലെ തന്നെ ലോ പാസ് ആണെങ്കിൽ 96. ലോഫ്റ്റഡ് പാസ് 90. ഫിനിഷിംഗ് ഒക്കെ കുറച്ച് കുറവാണ്. പക്ഷേ ഫിനിഷിങ് 78 ഇതിൽ കൊടുത്തിട്ട് കാണുന്നുള്ളൂ. പക്ഷേ 78 ഒന്നല്ല ഗൈസ്. എനിക്ക് ഒരു 3 ഗോളെങ്കിലും ഞാൻ ഔട്ട് ഓഫ് ദ ബോക്സ് 3 ഗോളെങ്കിലും ലോങ് റേഞ്ച് ഷൂട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് സ്നൈഡറിനെ കൊണ്ട്. കാരണം ആ ഒരു ഓൾറെഡി നമ്മൾ ഈ 78 ഫിനിഷ് കാണുമ്പം വളരെ ലോ ആണ്. കാരണം ഒരു പ്ലേയേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 78 ഫിനിഷിംഗ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്. പക്ഷേ ഗെയിം പ്ലേയിൽ വരുമ്പം ഇതല്ല സ്നൈഡറിൻ്റെ റേഞ്ച് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങളത് കളിപ്പിച്ച് തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. സെറ്റ് പീസ് 90. അതുപോലെ കേവിങ്, എനിക്ക് തോന്നുന്നു ഞാൻ ഗോൾ അടിച്ചത് കേവിങ്ങിലാണ് ഒരു ഗോള് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കേവിങ് ഒക്കെ മാസീവ് ഫിനിഷിംഗ് ആണ്. അതുകൊണ്ട് ഡിഫെൻസീവ്ലി ഉള്ള ആട്രിബ്യൂട്ട്സ് ഒന്നുമില്ല. കാരണം ഡിഫെൻസീവ്ലി പ്ലേ ചെയ്യുന്ന പ്ലെയർ അല്ലല്ലോ. സ്പീഡ് 80 ആണുള്ളത്. അത്യാവശ്യം സെൻട്രൽ മിഡ്ഫീൽഡ് AMFനൊക്കെ വേണ്ട മിനിമം സ്പീഡാണ് 80. അധികം കൂടുതലല്ല, എന്നാൽ അത്യാവശ്യം നമുക്ക് പ്ലേ ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു സ്പീഡ് കൊടുത്തിട്ടുണ്ട്. കിക്കിംഗ് പവർ 94. ഫിസിക്കലി കുറച്ച് ഡൗൺ ആണ്. ബാലൻസ്ഡ് 92. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സ്നൈഡറിൻ്റെ ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ സ്നൈഡറിൻ്റെ വരുന്നത്. നെക്സ്റ്റ് ഡേവിഡ് വിയ. ഇപ്പോൾ വന്നതിലെല്ലാവരും എനിക്കൊന്ന് ഓൾമോസ്റ്റ് 99% ആൾക്കാരും സംസാരിക്കുന്നത് ഈ ഒരു കാർഡിനെ കുറിച്ചാണ്. കാരണം എനിക്ക് തന്നെ ഞാൻ
ഓൾറെഡി കുറച്ച് ഗെയിംസ് ഞാൻ പ്ലേ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 10 ഗോളിന് മേലെ സ്കോർ ചെയ്തിട്ടുണ്ട്. ഫിനിഷിംഗ് ആണ് അപാരം. കാരണം 90 ഓവറോൾ റേറ്റിംഗ് 103 വരുന്നത്. അറ്റാക്കിംഗ് അവയർനെസ് 95, ബോൾ കൺട്രോൾ 94, ട്രിബിളിങ് 90, ടൈറ്റ് പൊസിഷൻ 86, ലോ പാസ് 77, ഫിനിഷിങ് 94 ആണ് ഗായ്സ് ഫിനിഷിങ് വരുന്നത്. കാരണം എനിക്ക് മെമ്മറിയിൽ ഓൾറെഡി ഉള്ള 3-4 ഗോൾസ്, അതും ഇപ്പോൾ ഓൾറെഡി സ്നൈഡറിനെ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഔട്ട് ഓഫ് ദ ബോക്സ് എന്നാണ് ഞാൻ അധികം ഷൂട്ട് ചെയ്യിപ്പിച്ച്. കാരണം ബോക്സിനകത്തുനിന്ന് ഓൾമോസ്റ്റ് എല്ലാവരും ഒരു 90% ഗോൾ കയറാനുള്ള സാധ്യതകൾ ഉള്ളതാണ്. പക്ഷേ ഔട്ട് ഓഫ് ദ ബോക്സ് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നതെന്നാണ് ഞാൻ അധികം എല്ലാ പ്ലേയേഴ്സിനെ കൊണ്ട് ഞാൻ മാക്സിമം നോക്കുന്നത് അതാണ്. ഔട്ട് ഓഫ് ദ ബോക്സ് എങ്ങനെയാണ് അവർ ഫിനിഷ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു രക്ഷയില്ല ഗൈസ്. ഒരു അട്ടാറ് സാധനം തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു അറ്റാക്കിംഗ് ഒരു സെൻറ്റർ സ്ട്രൈക്കറായിട്ടോ അല്ല സെൻറ്റർ ഫോർവേഡായിട്ടോ ആണ് ഒരു പ്ലെയർ നിങ്ങളെ സ്ക്വാഡിലൊരു പ്ലെയറിനെ ആഡ് ചെയ്യാൻ നോക്കുന്നെങ്കിൽ എന്തുകൊണ്ടും വേർത്താണ് ഡേവിഡ് വിയ. അല്ല നിങ്ങൾ ഡിഫെൻസീവ്ലി ആണ് ഫോക്കസ് ചെയ്തെങ്കിൽ ആ റൈറ്റ് ബാക്ക് എടുക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ. ഓക്കെ, അത്യാവശ്യം ഹെഡിങ് 74, പക്ഷേ ഈ 74 എന്നല്ല, നല്ല രീതിയിൽ ഹെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഗോൾ എനിക്ക് തോന്നുന്നു ഹെഡ് ചെയ്തിട്ട് 2-3 ഗോൾ സ്കോർ ചെയ്തതായിട്ട് എനിക്കൊരു ഓർമ്മ വരുന്നുണ്ട്. അതുപോലെ ഓക്കെ, സ്പീഡ് 90 ആണ് ഗായ്സ് സ്പീഡ്. കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ഡേവിഡ് വിയ ഉണ്ട്. എനിക്കൊന്ന് ആ ഡേവിഡ് വിയ 36 ആണെന്ന് ഏജ് വരുന്നത്. 36 ആണ് ഏജ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫോമൊന്നും ആ ഒരു ഡേവിഡ് വിയക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇത് എനിക്ക് ഈ ഒരു കാർഡ് വരുന്നത് 25 ഏജാണ്. ഈ ഒരു കാർഡിൻ്റെ ഡേവിഡ് വിയൻ്റെ 25 ഏജുള്ള കാർഡാണിത്. അതുപോലെ തന്നെ ആക്ടറേഷൻ വരുന്നത് 92, കിക്കിംഗ് പവർ തന്നെ ഗൈസ് 93 കിക്കിംഗ് പവർ, ബാലൻസ് 91, സ്റ്റാമിന 90. ഇതാണ് ഗൈസ് നമ്മുടെ ഡേവിഡ് വിയയുടെ ആട്രിബ്യൂട്ട്സും കാര്യങ്ങളും ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ ടോറസിനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അധികം എല്ലാവരും പറഞ്ഞു ടോറസ് ഡേവിഡ് വിയ ആ ഒരു കോംബോ വെച്ച് പ്ലേ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഓൾറെഡി ഞാൻ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ടോറസിനെയാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നി അത്ലറ്റിക്കോ മാഡ്രിഡിൽ. പക്ഷേ എൻ്റെ അടുത്ത് ചെൽസിയുടെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല റിസൾട്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് വലിയ രീതിയിൽ താല്പര്യം ഉണ്ടായില്ല. പക്ഷേ ഡേവിഡ് വിയ വന്നതിന് ശേഷം എല്ലാവരും പറഞ്ഞു ഈ 2 കോംബോ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാസീവ് റിസൾട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ കറക്റ്റാണ് ഗൈസ്. ഈ ഒരു ഡേവിഡ് വിയനെ നിങ്ങൾ സൈൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്തായാലും ടോറസിനെയും കൂടി ഒരു 500 കോയിൻസ് പോയാലും വേർത്താണ്. 500 കോയിൻസ് പോയാലും നിങ്ങൾക്ക് എന്തുകൊണ്ടും ആ ഒരു ഗെയിമിൽ നല്ലൊരു റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഹാലൻഡിനെ ഈ ഒരു സ്ക്വാഡിലേക്ക് ആഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം പല ഗെയിമേഴ്സിൻ്റെയും പല ടാക്ടിക്സും കാര്യങ്ങളായിരിക്കും. ചില പ്ലേയേഴ്സ് അധികം ഡിഫെൻസീവ്ലി ഫോക്കസ് ചെയ്യുന്ന പ്ലേയേഴ്സ് ആയിരിക്കും. അതുപോലെ ചില എൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡിഫെൻസ് ബാലൻസ്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഫ്രണ്ട് ലൈന് അത്യാവശ്യം നല്ല രീതിയിൽ അറ്റാക്കും ചെയ്യണം. അതാണ് എൻ്റെ ഒരു ടാക്ടിക്സ്. ഇതിപ്പോൾ ഞാൻ ഗായ്സ് എനിക്ക് കളിച്ച് മതിയായി ഗായ്സ്. AC മിലാൻ ലെജൻഡ്സ് ഒരു കളി ഞാൻ എങ്ങനെയൊക്കെയോ വിൻ ചെയ്തു. ഡിഫെൻസീവിലും ഒഫെൻസീവിലും പ്ലേ ചെയ്തിട്ട് എങ്ങനെയൊക്കെയോ വിൻ ചെയ്തു. രണ്ടാമത് ഒരു രക്ഷയില്ല. ഒരുപാട് തവണ ഞാൻ പ്ലേ ചെയ്യാൻ എനിക്കൊന്ന് ഒരു 10 തവണ ഞാൻ ഫസ്റ്റ് ഗെയിം എനിക്കൊരു 2-3 മാച്ചസിൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ആ ഒരു ഗെയിമിലേക്ക് വരുമ്പോൾ എങ്ങനെ പ്ലേ ചെയ്തിട്ടും ഒരു വിധത്തിലും എനിക്കത് വിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല.
അപ്പോൾ അതിന് ശേഷമാണ് ഇങ്ങനൊരു ഫോർമുലേഷൻ സെറ്റ് ചെയ്തത്. കാരണം ഈ നോർമലി കളിക്കുമ്പോൾ ഈ ഒരു സ്ക്വാഡിൽ മെസ്സിയും കൂടി ഉണ്ടാവും. കാരണം കാരണം ആ ഒരു ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സിനെ എന്തായാലും സ്ക്വാഡിലേക്ക് ഉൾപ്പെടുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു എ സി മിലാൻ ലെജൻസിൻ്റെ അപ്പുറം അറ്റാക്കിങ്ങിൽ എങ്ങനെ നോക്കിയാലും നമ്മൾ വലിയ രീതിയിലുള്ള എത്ര വലിയ സ്കോർ ഇട്ടാലും അറ്റാക്കിങ് ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷേ ഡിഫെൻസീവിൽ മാക്സിമം ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ടൈം വരെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ, അതായത് അവരെ കൊണ്ട് സമനിലയിൽ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ എങ്ങനെയും പെനാൾട്ടിയിലെങ്കിലും വിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഗായ്സ് ഞാൻ ഇങ്ങനെ ഒരു ഫോർമുലേഷൻ സെറ്റ് ചെയ്തത്. അപ്പോൾ നമുക്കൊന്ന് ഡാവിഡ് വിയയുടെ പ്ലേയിങ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, എ സി മിലാൻ ലെജൻസ് ലാസ്റ്റ് മാച്ചാണ് ഗൈസ്. പക്ഷേ ഒരു വിധത്തിൽ എനിക്ക് വിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം അവരെങ്ങനെ ഒരു വിധത്തിൽ ഡിഫെൻസ് ചെയ്യാനും പറ്റുന്നില്ല, ഒഫൻസീവ് ഒരു രീതിയിൽ എനിക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം ഈ ഒരു എ സി മിലാൻ ലെജൻസിൻ്റെ പ്ലേയേഴ്സിനോ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ അവരെ റേഞ്ച് എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. 4-1-3-2 ഫോർമുലേഷൻ. കോസ്റ്റഗോറ, ബറാസി, നെസ്റ്റ, കാഫു, ഡിഡ, റൈക്കാർഡ്, റൊണാൾഡീനോ. EMFിൻ്റെ പേര് എനിക്ക് ഗില്ലിറ്റ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. കക്കയുടെ എല്ലാം പ്ലേയിങ് സ്റ്റൈലെല്ലാം കാണുമ്പോൾ തല ഇറങ്ങും ഗൈസ്. ഗോളൊന്നും പോകുന്നതൊന്നും മനസ്സിലാവുന്നില്ല. കക്കയുടെ എല്ലാം ഒരു ടേൺ ചെയ്തിട്ടുള്ള ഒരു ഫിനിഷിങ് ഉണ്ട്. അതൊന്നും എത്ര ഇപ്പോൾ 6 ഡിഫൻസ് ഇട്ടാലും ശരി, എല്ലാ പ്ലേയേഴ്സിനും ഡിഫൻസ് ഇട്ടാലും ഇവർ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഗോൾ അടിക്കുന്നു. എനിക്ക് തോന്നുന്നുണ്ട് ഇത് പെട്ടെന്നൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നൊരു ദിവസം മൊത്തം ഞാൻ ഇതിനെ ട്രൈ ചെയ്തത്, പക്ഷെ ഒരു രീതിയിൽ എനിക്കിത് വിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ ഗായ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗെയിമിലേക്ക് പോകാം. എന്താകുമെന്ന് കണ്ടറിയാം. ഒരു പ്രതീക്ഷയില്ല ഗൈസ്, ഒരു പ്രതീക്ഷയില്ല. കാരണം ഞങ്ങളെല്ലാവരും കളിച്ചത് തന്നെ ആയിരിക്കില്ല. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവരെ ഗെയിമിങ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് എല്ലാവർക്കും. അയ്യോ, ഗോളൊന്നും പോകുന്നതിന് മനസ്സിലാവില്ല. ഓക്കെ, ഹാലൻഡ്. യെസ്. കക്ക, ഫെർണാണ്ടസ് അല്ല, പേര് മറന്നുപോയല്ല. എൻസോ ഫെർണാണ്ടസ്. യെസ്. ചൗമിനി പാസ്. യെസ്. നോ. കെഫു. ഇതാണ് ഫിനിഷ്. ഇതാണ് ഇവരെ ഗെയിം. ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഗോൾ അടിക്കുന്ന ഇങ്ങനെ നോക്കിയെന്താ, വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ചെറിയ ഒരു ഗ്യാപ്പ് കിട്ടി, ഓഫ് സൈഡും വിളിക്കുന്നില്ല. കാരണം അവർ ലോങ് റേഞ്ചോ അങ്ങനെ ലോങ് റേഞ്ച് ആയിട്ടുള്ള ഒരു ഗോളോ കാര്യങ്ങളോ ഇതുവരെ എനിക്ക് വന്നിട്ട്, ഇതുപോലെ എങ്ങനെയെങ്കിലും ബോക്സിൽ കയറുന്നത് മനസ്സിലായോ? ബോക്സിൽ കയറുന്നു, ഗോൾ അടിക്കുന്നു. ബോക്സിനകത്ത് വെച്ചിട്ടല്ലാണ്ട് ഇവറ്റകൾക്ക് ഗോൾ അടിക്കാൻ വേണ്ടി അറിയത്തില്ല എന്ന് തോന്നുന്നു. കാരണം പാസ്. യെസ്, വാൽക്കർ. എന്നാരെ ഷൂട്ട് ചെയ്തത്? ഡേവിഡ് ബെക്കാം. കമോൺ ബെക്കാം. ഹാലാൻഡ്. ഗല്ലിറ്റ്.
വേർ കക്ക ഉപമക്കാണ് ഷൂട്ട് കമോൺ കക്ക 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 ഗോൾ ഇല്ല. കമോൺ 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 ചൗമിനി പാസ് പാസ് കമോൺ റൺ 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 പാസ്. ഒരു രക്ഷയില്ല ഗൈസ്, ഇതെന്തോ ആവും. കണ്ടോ കക്കയുടെ കളി കണ്ടോ? ഞാൻ വെച്ചതും ഗോളായിരുന്നു. എർലിംഗ് ഹാലൻഡ് കക്ക 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 പാസ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഡിഫൻസ് ഇങ്ങനെ നോക്കി നിൽക്കും. വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഇനി ആരെ ഡിഫൻസ് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ക്യാമ്പയിൽ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ ഉണ്ടാവുക. വേറെ മെയിൻ പ്രശ്നം ഇതാ, ജസ്റ്റ് ഒന്ന് കയ്യോ കാലോ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓടുമ്പോഴല്ല ഫൗൾ വിളിക്കും. ഈ ഒരു പ്രശ്നം ഇതെനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ജസ്റ്റ് ഒന്ന് കയ്യോ കാലോ തട്ടിക്കഴിഞ്ഞാൽ ഫൗള്. നമ്മൾ എങ്ങനെ എത്ര ഫൗൾ ചെയ്തതിനാലും ഒരു ആവശ്യവുമില്ല. ഇങ്ങനെയാണ് ഇവർ ഗോളടിക്കുക. ലെജൻസ് എന്ന് പറയുന്ന ലേശം ഉളുപ്പ് വേണ്ടേ? ലെജൻസ് എന്നുള്ള പേരും ഗോളടിക്കുന്ന ഗോള് നോക്ക്. പോസ്റ്റിനകത്ത് കയറി ഗോളടിക്കാൻ നിങ്ങളുടെ ലെജൻസിൻ്റെ ആവശ്യമുണ്ടോ? ഇതാണ് ഇവരെ കളി. സ്ക്രിപ്റ്റഡാണ്. കണ്ടോ, ഇതാണ് അവസ്ഥ. പെനാൽറ്റി നിങ്ങൾ ശരിക്കും കണ്ടോ? അതെവിടെയാണ് ഞാൻ ഫൗൾ ചെയ്തതെന്ന് നിങ്ങളൊന്ന് നോക്കിക്കോ. എനിക്കൊന്ന് ബോക്സിൻ്റെ അകത്തുനിന്ന് ഇവർക്ക് വിട്ടുകൊടുക്കണം തോന്നുന്നു. കണ്ട, ഇതിനാണ് പെനാൽറ്റി കളിച്ചത്. ഷോൾഡറും പുഷ് ചെയ്തിട്ടില്ല. ഇതിനാണ് ഈ നാറികൾ പെനാൽറ്റി കളിച്ചത്. കളിച്ച് ജയിക്കണം, അല്ലാതെ ഇതുപോലെ എന്താ പറയുക, ഇങ്ങനെ കളിച്ച് ജയിക്കാൻ ആരെ കൊണ്ട് പറ്റും? ഓ മൈ ഗോഡ്, അതാരാ ഷൂട്ട് ചെയ്തത്? യെസ്, വില്ല. ഡേവിഡ് വില്ലൻ്റെ ഷൂട്ട്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്, ജസ്റ്റ് മിസ്. ചെക്കിൻ്റെ റേഞ്ച് മനസ്സിലായില്ലേ? ഗോളായിട്ടില്ല, എന്നാലും ഇതുപോലുള്ള പല സിറ്റുവേഷനുകളിലും എന്നെ രക്ഷിച്ചൊരു അവതാരമാണ് ഡേവിഡ് വില്ല. ഇനിയിപ്പോൾ എങ്ങനെ ഡിഫെൻസീവ് കളിച്ചിട്ടും കാര്യമില്ല. 3 ഗോൾ സ്കോർ ചെയ്തവർ. ഇനിയിപ്പോൾ കംബാക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരുവിധ പ്രതീക്ഷയില്ല. കാരണം കളി കാണുന്നുണ്ടല്ലോ, ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇത് സ്ക്രിപ്റ്റഡ് അല്ലാന്ന് ആർക്കും പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഇത് സ്ക്രിപ്റ്റഡ് തന്നെയാണ്, 100% എനിക്ക് ഷുവറാണ്. നമ്മളെപ്പോലെ അധ്വാനിച്ച് കളിക്കാൻ അവരെ കൊണ്ട് പറ്റത്തില്ല, ലെജൻസിൻ്റെ പേര് കളയാൻ വേണ്ടിയിട്ട്. അത് സ്ക്വാഡിലുള്ള എല്ലാം ജിഗിർദണ്ഡ സാധനങ്ങളാണ്. ജിഗിർദണ്ഡ പ്ലേയേഴ്സിനെയും വെച്ചിട്ടാണ് സ്ക്രിപ്റ്റഡ് കളിക്കുന്നത്. ലേശം ഉളുപ്പ്, ലേശം എന്തൊക്കെ ചെയ്തിട്ടും ഞാനിങ്ങനെ ഈ കളിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. ഞാൻ അധികം അങ്ങ് റെഡ് കാർഡ് എൻ്റെ കിട്ടണമെങ്കിൽ പിന്നെ നെക്സ്റ്റ് കളി നമ്മുടെ ഏതെങ്കിലും പ്ലേയേഴ്സ് പുറത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കണ്ട കളി കാണുന്നില്ലേ. ഇനിയിപ്പോൾ 20 പേരെ ഡിഫൻസിൽ വെച്ച് കഴിഞ്ഞാലും ഇവർ ഗോളടിക്കും. അതാണ് എവിടെ പാസ് കൊടുത്തതിനാലും പ്ലേയേഴ്സ് ഉണ്ടാവും. പിന്നെ ടോറസ് ഒരു രക്ഷയില്ല കേട്ടോ. ടോറസ്
രക്ഷയില്ലാത്ത സാധനമാണ്. കാരണം ഇത് ഇപ്പോൾ ഡേവിഡ് വിയ പറഞ്ഞ പോലെ തന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഒരുപാട് ഗോളായ ഒരുപാട് മൂമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. ഡേവിഡ് വിയ അല്ല, എന്താ പേര് പറഞ്ഞാൽ ഫെർണാണ്ടോ ടോറസ് സിംഗിൾ സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ 2 സ്ട്രൈക്കർ വെച്ചിട്ട് കളിപ്പിക്കുകയാണെങ്കിൽ തീയാണ് സാധനം. തീ എന്ന് പറഞ്ഞാൽ ആളിക്കത്തും. അമ്മാതിരി കളി കളിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട് ഓഫ് ദ ബോക്സ് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കിയതാണ്. ഗോള് പോയതിന് ശേഷം തന്നെ അറിയാം ഗോള് പോയി. ടോറസ് ലോറൻറെ ഗെല്ലി റൈക്കാർഡ്. യാ ഗോൾ. ഞാനിത് നിർത്തുകയാണ്. ഇനി ഞാൻ ഈ ലെജൻസിനെ കളിച്ചിട്ട് കാര്യമില്ല. കാരണം സ്ക്രിപ്റ്റ് കളിച്ചിട്ട് നമ്മൾ ദേഷ്യം പിടിച്ച് ചിലപ്പോൾ സ്ക്രീൻ അങ്ങ് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഇതിൽ വിൻ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാണ് ഗോട്ടെന്ന് ഞാൻ വിളിക്കും. AC മിലാൻ്റെ അപ്പുറം കളിച്ചിട്ട് വിൻ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതാണ് ഇവരറ്റാക്കി. ഗോള് പോകുന്നതേ മനസ്സിലാവുന്നില്ല. ഗോള് വലയിൽ കയറി കഴിഞ്ഞാലേ ഗോളായി എന്ന് മനസ്സിലാവുന്നത്. എത്രയായി? അങ്ങനെ 5 ഗോൾ അടിച്ച് AC മിലാൻ മുന്നേറിയിരിക്കുകയാണ്. ഇനി ആരാ? ലോറൻ്റെ ബെക്കാം. അതുപോലെ തന്നെ ഈ ബെക്കാമും അത്യാവശ്യം സീനാണ് കേട്ടോ. കേവിൻ്റെ മോനെ ഒരു കിട്ടിലും കേവ് അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കളിയിൽ. ഞാൻ ആ ഗോൾ സേവ് ചെയ്യാൻ വിട്ടുപോയി. കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടിലും കേവ്. എനിക്കൊന്ന് മെസ്സിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നി. കാരണം മെസ്സി എൻ്റെ പ്ലേയിങ് സ്റ്റൈലിൻ്റെ പ്രശ്നമാണോ അറിയില്ല. മെസ്സിയുടെ അധികവും ഞാൻ കേവ് അടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 99% ക്രോസ് ബാർ ആട്ടിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അകത്ത് ചേരുന്നില്ല. ബെക്കാമിൻ്റെ ഒരു 3 ഷൂട്ട് ചെയ്താൽ ഒരു 2 എണ്ണം ഗോൾ വരുന്നുണ്ട് കേവിങ്. ആ ഒരു കറക്റ്റ് ആംഗിൾ നിന്നാണെങ്കിൽ. മിനിറ്റ്സ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. 90 മിനിറ്റ്സ്. നമ്മുടെ ചെക്കൻ ഡേവിഡ് വിയ എന്താ ആയത്? ജസ്റ്റ് മിസ്. ടോറസ് ടൈം ഈസ് ഓവർ. അങ്ങനെ 3 ജയിലിരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു കാര്യമില്ല. കാരണമായിട്ട് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, മറ്റേ ഓപ്പോണൻറ്റ് സ്ക്രിപ്റ്റ് കളിക്കുന്നുണ്ടാണ്. കളിച്ച് ജയിക്കാൻ അവരെ കൊണ്ട് ആവത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഉപമക്കാനോ വാൾവർട്ടല്ലേ ലോറൻ്റെ